ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെ Arduino IDE നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. നമുക്ക് Arduino IDE നമുക്ക് പ്രോഗ്രാം ചെയ്യാനും ഇനി പ്രോഗ്രാം ചെയ്തത് നമുക്ക് Arduino ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് Arduino IDE. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്ത് Arduino IDE ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടോ ഈ Arduino IDE ഏതെങ്കിലും കീവേഡ് സെർച്ച് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം Arduino IDE 2.0 വെർഷനും ആൻഡ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ Arduino IDEയുടെ 1.0 വെർഷനും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് വെർഷൻ വേണമെങ്കിൽ 2.0 ഡൗൺലോഡ് ചെയ്യാം. ആൻഡ് ചില പഴയ സിസ്റ്റത്തിലൊക്കെ ഈ 2.0 വെർഷൻ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവില്ല. അത് ഹാങ് ആവുക, ഓപ്പൺ ആയി വരാൻ ടൈം പിടിക്കുക, അങ്ങനെ കുറേ ഇഷ്യൂസ് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പഴയ സിസ്റ്റം ഉപയോഗിക്കുന്നവർ 1. പഴയ വെർഷൻ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അതിൽ നമുക്ക് Windows 7 and newer എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വിൻഡോസ് ഡൗൺലോഡ് ചെയ്യേണ്ടവർക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ലിനക്സ് ആണെങ്കിൽ ലിനക്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓർ മാക്കോസ് ആണെങ്കിൽ മാക്ക്. ഓക്കെ, Arduino 2.0 വെർഷനും സെയിം ഡൗൺലോഡിങ് പ്രൊസീജിയറാണ്. ഞാൻ ഇവിടെ 1.0 ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്നത്. രണ്ടും സെയിം ആയിരിക്കും സ്റ്റെപ്പ് ഇൻസ്റ്റാളേഷൻ്റെ. ഓക്കെ, ഇനി ഇവിടെ ജസ്റ്റ് ഡൗൺലോഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ വീണ്ടും ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഡൗൺലോഡിങ് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അത് ഓപ്പൺ ചെയ്യാം. ഈ ഓപ്പൺ ചെയ്യുന്നതിന് ഇൻറ്റേഴ്സിലൂടെ നമുക്ക് യെസ് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ഐ എഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുക, ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ചില സമയത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില ഡ്രൈവേഴ്സ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ വരും. അപ്പോൾ ആവശ്യമുണ്ടെന്ന് തോന്നുന്നത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എൻ്റെ എല്ലാ ഡ്രൈവറും കിടക്കുന്ന കാരണം എനിക്ക് ഇൻസ്റ്റാളേഷൻ ഒന്നും വരാൻ. ഇനിയിപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാം. എന്നിട്ട് Arduino IDE സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഒരു സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു കൺസോളായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നുണ്ടാവാം. ഇവിടെയായിരിക്കും നമ്മൾ കോഡ് കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബൈ ഡിഫോൾട്ട് ഇവിടെ വോയിഡ് സെറ്റപ്പ്, വോയിഡ് ലൂപ്പ്, ഇത് Arduinoയിൽ കമ്പൽസറി ആയിട്ടുള്ള 2 ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഓപ്പൺ ആയി വന്നത് കാണാം. ആൻഡ് ഇനി ഇതിൽ നമുക്ക് ഈ ഫസ്റ്റ് ഈ ടിക്കായിട്ട് കാണുന്ന ഈ ബട്ടൺ, ഇതാണ് നമ്മൾ കമ്പൈലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ബട്ടൺ. ഈ ബട്ടണിന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കോഡിൽ എന്തെങ്കിലും എറർ കാര്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ വെരിഫൈ ചെയ്യും. ഓക്കെ, കമ്പൈലേഷൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആൻഡ് ഇതിനപ്പുറത്തുള്ള ഈ ആരോ ബട്ടൺ, ഇതെന്ന് പറഞ്ഞാൽ കോഡ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പൈലേഷൻ ചെയ്യും ആൻഡ് അപ്ലോഡും ചെയ്യും. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ടൂൾസ് കാണാം. ഈ ടൂൾസിൽ നമുക്ക് ബോർഡ് കാര്യങ്ങൾ സെലക്ട് ചെയ്യാം. Arduino Uno ബോർഡാണോ അല്ലെങ്കിൽ ഏത് ബോർഡാണ്, ESP32 ബോർഡാണോ, ESP8266 ബോർഡാണോ, ആ ബോർഡൊക്കെ സെലക്ട് ചെയ്യുക ഇവിടെയായിരിക്കും. ആൻഡ് ഇവിടെ നമുക്ക് കണക്ട് ചെയ്തേക്കുന്ന പോർട്ട്, നമ്മൾ ഏത് USB പോർട്ടിലാണ് കണക്ട് ചെയ്തേക്കുന്നത് അതും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഞങ്ങളാണ് ഇവിടെ വരാം. ആൻഡ് ഫയലിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിനി പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിന് റീസെൻ്റ് ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത ഫയൽസ് ഉണ്ട്. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. പിന്നെ എക്സാമ്പിൾസ് ആയിട്ടുള്ള കോഡ് കാര്യങ്ങളെല്ലാം ഇവിടെ എക്സാമ്പിൾസിലുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. നമുക്ക് അടുത്തതായിട്ട് ഈ Arduino നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ഡ്രൈവറുകൾ കാര്യങ്ങൾ മിസ്സിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബോർഡ് ഡിറ്റക്റ്റ് ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. എല്ലാ സിസ്റ്റത്തിലും വേണ്ടിയില്ല, ചിലപ്പോൾ ചില പഴയ സിസ്റ്റങ്ങളിൽ മാത്രമേ വേണ്ടി വരുള്ളൂ. അപ്പോൾ ആ ഡ്രൈവർ ഏതൊക്കെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളുടെ സിസ്റ്റത്തിൽ ബോർഡ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് 2 ഡ്രൈവറാണ്. ഒന്ന് CP2102 എന്ന് പറഞ്ഞ ഡ്രൈവറും അടുത്തത് CH340 അല്ലെങ്കിൽ CH341 ഈ ഡ്രൈവറും. നമുക്ക് Arduino ബോർഡ് നമ്മുടെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുമ്പോൾ ഈ ഡ്രൈവർ ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യില്ല. ഓക്കെ, പുതിയ സിസ്റ്റത്തിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ കുറച്ച് പഴയ സിസ്റ്റമൊക്കെ ആണെങ്കിൽ അതിൽ ചിലപ്പോൾ ഈ ഡ്രൈവർ ഇല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡ്രൈവർ മാനുവലി ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് CP2102 എന്ന് പറഞ്ഞ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാം. CP2102 ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. CP2102 UART2 ബ്രിഡ്ജ് ഡ്രൈവർ. ഓക്കെ, ഇതിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ CP210H വിൻഡോസ് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഡ്രൈവർ ഡൗൺലോഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇനി ആ ഫയൽ ലൊക്കേഷനിലേക്ക് പോവാം. എന്നിട്ട് ആ ഫയൽ എക്സ്ട്രാക്ട് ചെയ്യാം. എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ ഇൻസ്റ്റാളർ നിങ്ങളുടെ സിസ്റ്റത്തിനനുസരിച്ചുള്ളത്, സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ അനുസരിച്ച് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. യെസ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, ഐ അക്സെപ്റ്റ് ദിസ് എഗ്രിമെൻറ്റ് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ്.
ഇനി അടുത്തതായിട്ട് CH341 ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി CH341 ഡ്രൈവർ ഡൗൺലോഡ് നമുക്ക് കൊടുക്കാം. ഇതിന് ബ്രൗസർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് ആദ്യം കാണിക്കുന്നതിന് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത് മാത്രം. ഇതിൽ പോയിട്ട് ഡൗൺലോഡ് കൊടുക്കുക. ഞാൻ ഫയൽ ഓപ്പൺ ചെയ്യാം. യെസ് കൊടുക്കുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ആ ഡ്രൈവറും ഇൻസ്റ്റാൾഡായി.